നമസ്കാരം. സ്ഥാപനത്തിന് മുന്നിൽ നിന്ന് അയാളോട് വാക്കേറ്റമുണ്ടാവുകയും മറ്റും ചെയ്യുന്നത് കണ്ട് തടയാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറുകളിലും സ്ഥാപനത്തിൻ്റെ മുൻവശത്തെ ചില്ലുവാതിലുകളിലും വാഹനം ഇടിച്ചു കയറ്റി നാശനഷ്ടമുണ്ടാക്കി ആക്രമണം നടത്തുകയും ചെയ്ത പ്രതികളെ റിമാൻഡ് ചെയ്തു. കലഞ്ഞൂർ വയലിറക്കത്ത് പുത്തൻപുരയിൽ ഹൗസിൽ സോഫി എന്ന് വിളിക്കുന്ന ജോൺ വർഗീസ്, കലഞ്ഞൂർ കുറ്റുമൺ ബിജോ ഭവൻ വീട്ടിൽ ബിനു കെ വർഗീസ് എന്നിവരാണ് റിമാൻഡിലായത്. കലഞ്ഞൂർ വലിയ പള്ളിക്ക് സമീപമുള്ള പെർഫെക്റ്റ് വർക്ക്ഷോപ്പിന് മുന്നിൽ ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് സംഭവം. ഒന്നാം പ്രതി ജോൺ വർഗീസിന്റെ വീടിന് സമീപത്തുള്ള വിഷ്ണു എന്നയാളുമായി തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് ഇയാളെ വാഹനം കൊണ്ട് ഇടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇരുവരും തമ്മിൽ തർക്കത്തിലേർപ്പെട്ടപ്പോൾ ജീവനക്കാർ സ്ഥാപനത്തിന് മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞ വിരോധമാണ് കടയിലേക്ക് പ്രതിയുടെ കാറ് കൊണ്ട് ഇടിച്ചു കയറ്റി അപകടമുണ്ടാക്കിയത്. 3 കാറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും സ്ഥാപനത്തിന്റെ ചില്ലുവാതിൽ തകർക്കുകയും ചെയ്തു. 1 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു. മാനേജർ പിടവൂർ സത്യൻമുക്ക് ബിജു ഭവനിൽ ബിജു ജോണിന്റെ മൊഴി പ്രകാരം കൂടൽ പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. കല്ലേറിൽ ജീവനക്കാരനായ കൂടൽ ഇഞ്ചപ്പാറ പുലിപ്രയിൽ റോജൻ റോയുടെ ഇടതു ചെവിയുടെ ഭാഗത്ത് പരിക്കേറ്റു. എയർഫോഴ്സിൽ നിന്നും വിരമിച്ചയാളാണ് ഒന്നാം പ്രതി. സ്ഥിരം മദ്യപാനിയും നാട്ടുകാർക്ക് പൊതുവെ ശല്യമുണ്ടാക്കുന്ന ആളുമാണ് രണ്ടാം പ്രതിയെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. തെങ്ങുകയറ്റ് ജോലി ചെയ്യാറുള്ള ഇയാളുടെ പക്കൽ വെട്ടുകത്തി മിക്കവാറും ഉണ്ടാകും. ഇന്നലെ ഇരുവരും ഒത്തുവന്ന വാഹനത്തിൽ സൂക്ഷിച്ച വെട്ടുകത്തി കൊണ്ട് ബിനു ബിജുവിന്റെ കഴുത്തിൽ വെട്ടാൻ ശ്രമിച്ചിരുന്നു. ഒഴിഞ്ഞു മാറിയതിനാൽ വെട്ടുകൊണ്ടില്ല. ജോൺ വർഗീസാണ് റോജനെ കല്ലെറിഞ്ഞത്. സ്ഥലത്ത് കൊലവിളി നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതികൾ ആക്രമണത്തിന് ശേഷം കാറിൽ കയറി രക്ഷപ്പെട്ടു. തുടർന്ന് കൂടൽ പോലീസ് ഇൻസ്പെക്ടർ CL സുധീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കോന്നി എലിറക്കലിൽ നിന്നും അക്രമികളെ സാഹസികമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിടികൂടാൻ ശ്രമിക്കവേ പോലീസിനെതിരെ തിരിഞ്ഞ പ്രതികളെ ഏറെ പണിപ്പെട്ടാണ് കീഴടക്കിയത്. പത്തനാപുരം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. സ്ഥാപനത്തിൽ വാഹനം ഇടിച്ചു കയറ്റി ചില്ലുകൾ പൊട്ടിയപ്പോൾ ജോണിന്റെ മുഖത്തുണ്ടായ പരിക്കിന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ സർജനെ കാണിച്ച് മതിയായ ചികിത്സ ലഭ്യമാക്കി. തുടർന്ന് സംഭവസ്ഥലത്ത് നിന്നും പോലീസ് തെളിവുകൾ ശേഖരിച്ചു. കാറിൽ നിന്ന് വെട്ടുകത്തിയും കണ്ടെടുത്തു. സ്റ്റേഷനിൽ ഹാജരാക്കിയ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. മദ്യപിച്ച് മതോന്മത്തരായ പ്രതികൾ സ്റ്റേഷനിലും ബഹളം വെച്ചു. രണ്ടാം പ്രതി കൂടൽ സ്റ്റേഷനിൽ മുമ്പ് രജിസ്റ്റർ ചെയ്ത 2 കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഓടിഞ്ഞാൽ വണ്ടിയായിരിക്കും അവരിടിച്ച് കൊല്ലുമല്ലോ. അവരിടിക്കും കേട്ടോ. ആർക്കോ വിളിക്കുന്നായിരുന്നോ? അടേ മാറല്ലേ പോണേ. ഇവിടെ ഒന്നാ